ഫിലിപ്പൈൻസിലെ ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അവിടുത്തെ ഒരു ചാകരയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. പക്ഷേ അത് ഏത് വിധത്തിലാണ് പിന്നീട് ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീരത്തണിഞ്ഞത് 10,000-കണക്കിന് മീനുകളാണ്. അങ്ങനെ ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആ ചാകരയുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തീരമാകെ വെള്ളി നിറമായി മാറിയ ദൃശ്യം കണ്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. കൈ നിറയെ വാരിക്കൊണ്ടു പോയെങ്കിലും ഫിലിപ്പൈൻസുകാർ ഇപ്പോൾ ആ ചാകരയെ കാണുന്നത് ഒരു ദുശ്ശകുനമായിട്ടാണ്. എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രഞ്ജുഷ രാമകൃഷ്ണൻ നമുക്ക് പറഞ്ഞുതരും. രഞ്ജുഷ, ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ ചാകരയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തീരത്തൊക്കെയുള്ള ആൾക്കാരെല്ലാവരും ഓടി വന്ന് അത് ആവേശത്തോടു കൂടി എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഇതൊരു ദുരന്തത്തിലേക്ക്, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ഒരു ദുശ്ശകനത്തിലേക്ക് ഇങ്ങനെ വഴിമാറിയത്? പൂജ, ഫിലിപ്പൈൻസിലെ സാരംഗനി തീരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ അടക്കം ഇപ്പോൾ വളരെയധികം വൈറലാണ്. അത് അടുത്തു നിന്ന് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് മീനാണ് എന്ന് തോന്നുക. പെട്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ ഈ വെള്ളി തിളങ്ങുന്നത് പോലെ, അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഗിൽറ്റ് പൊടി തിളങ്ങുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്. അത്രയും അതിമനോഹരമായ ദൃശ്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഫിലിപ്പൈൻസുകാർ ഇതിനെ ഒരു ദുശ്ശകുനമായിട്ടാണ് കാണുന്നത്. ഇതിനൊരു കാരണവുമുണ്ട്. ഈ ഒരു ചാകര വന്ന് 48 മണിക്കൂറിന് ശേഷം ഫിലിപ്പൈൻസിൽ ഒരു വൻ ഭൂചലനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല ദുരന്തങ്ങളും വരുന്നതിന് മുമ്പ് പ്രകൃതി ചില സൂചനകളൊക്കെ നൽകുമെന്നുള്ളത്. അത്തരത്തിലൊരു സൂചന തന്നെ ആയിട്ടാണ് ഫിലിപ്പൈൻസുകാർ ഇപ്പോൾ ഇതിനെ കാണുന്നത്. എന്തായാലും ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ശരി, എന്തായാലും ആ ചാകര വന്നപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആൾക്കാരെല്ലാവരും വലിയ ആവേശത്തോടു കൂടി ഒക്കെ ആ മീനൊക്കെ വാരി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ അതിനുശേഷം ഒരു ഭൂകമ്പമാണ് ആ നാടിനെ നടുക്കിയത്. രജുഷ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി ചില സൂചനകളൊക്കെ നൽകും. അങ്ങനെ അതിന് തൊട്ട് മുൻപുള്ള ഒരു സൂചനയായിരുന്നു ഇത് എന്നാണ് അവിടെയുള്ളവർ വിചാരിക്കുന്നത്. ശരി രഞ്ജുഷ.